ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. പൂരാവേശത്തിൽ തൃശൂർ. പൂര വിളംബരവുമായി തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന നെയ്തലക്കാവിലമ്മ. നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 15 മിനിറ്റിലേറെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന വാദവും തള്ളി. പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി വാങ്ങാനാകാത്തത് പ്രതിസന്ധി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. താനൂരിലും താമരശ്ശേരിയിലും 2 പേർക്ക് സൂര്യാഘാതം. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉടൻ പിൻവലിക്കണമെന്ന് വി.ഡി. സതീശൻ. ജനങ്ങളെ വെല്ലുവിളിച്ച് വൈദ്യുതി നിയന്ത്രണം തുടർന്നാൽ UDF ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും വൈദ്യുതി നിയന്ത്രണവും ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്നും വിമർശനം. BJPയുടെ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ചിൽ ആർ ശ്രീലേഖയെ പ്രതിചേർത്ത് പോലീസ്. ആശാനാഥിനെതിരെയും കേസ്. നടപടി മുൻ DGP എന്ന പരിഗണന നൽകി ആർ ശ്രീലേഖയെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയെന്ന VK പ്രശാന്ത് MLAയുടെ പരാതിയിൽ. കേസെടുത്തത് സ്വാഗതാർഹമെന്ന് പ്രശാന്ത് MLA. തൃശൂർ മുണ്ടത്തിക്കോട് ഇന്നും തിരച്ചിൽ തുടർന്നു. 200ഓളം പോലീസുകാർ ഉൾപ്പെട്ട സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയത്. കേടാവർ നായ്ക്കളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ. മരണപ്പെട്ടവരുടെ DNA ഫലം ഇന്ന് വരും. അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 15ആയി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1-ാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. 2-ാം പ്രതി സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 4-ന്റേതാണ് വിധി. ജാതി അധിക്ഷേപം എന്ന വകുപ്പ് ഒഴിവാക്കാൻ ഡോക്ടർ റാം പട്ടികജാതിക്കാരനാണെന്ന രേഖ ഹാജരാക്കിയെന്നും അങ്ങനെയല്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയതായും പബ്ലിക് പ്രോസിക്യൂട്ടർ. ശബരിമല സന്നിധാനത്തിന് മുകളിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ താഴ്ന്നു പറന്നത് ഗുരുതര സുരക്ഷാ ലംഘനമാണെന്ന് ADGPയുടെ റിപ്പോർട്ട്. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പരാമർശം. റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി. എഴുത്തുകാരനും തത്വചിന്തകനും സന്യാസിയുമായ ഗുരു മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. വിടവാങ്ങിയത് ശ്രീനാരായണ ഗുരു സന്ദേശങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിച്ച ആത്മീയാചാര്യൻ. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വിശിഷ്ട വ്യക്തിത്വം. ഇറാൻ US 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് വഴിതെളിയുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഇസ്ലാമാബാദിൽ. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജേഡ് കുഷ്ണറും പാകിസ്ഥാനിലേക്ക് തിരിച്ചു. നേരിട്ട് ചർച്ചയുണ്ടായേക്കില്ല. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇരുവിഭാഗവും. IPL ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെയും 7:30 നടക്കുന്ന 2ാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.